നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫോട്ടോസ് കിട്ടണം അല്ലേ, അല്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല. ഞങ്ങൾക്ക് നല്ല ഗ്രൂപ്പ് ഫോട്ടോസ് ഒന്നും കിട്ടിയില്ല കേട്ടോ. എന്താ വെച്ചാൽ കുട്ടികൾക്ക് നല്ല ഫോട്ടോസ് ഒന്നും എടുത്തു തരാൻ അറിയുന്നുണ്ടായില്ല. അവസാനം പിന്നെ നമ്മൾ വീഡിയോസിൽ ഒതുക്കി. വീഡിയോയിൽ പിന്നെ നല്ല പോലെ എടുത്തു തന്നിട്ടുണ്ട്. പിന്നെ വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലോട്ട് ഇറങ്ങി. നല്ല ചൂടാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിന് വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് കുറേ സമയം ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ചിലവഴിച്ചു. പിന്നെ ഡിന്നറിന് ഞങ്ങൾ ഷവർമ ഓർഡർ ചെയ്യാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ രാവിലെ ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. എന്ത് രസാലേ. പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ ചെന്നപ്പോൾ ഉണ്ടല്ലോ, അവിടെ ബ്രൈഡൽ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു ലൊക്കേഷൻ തന്നെയാണ് ഈ റിസോർട്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ് കേട്ടോ. ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റിസോർട്ടിൽ എപ്പോഴും ചെക്ക് ഇൻ ചെയ്യുന്ന അത്ര സന്തോഷം ഉണ്ടാവില്ല കേട്ടോ. ചെക്കൗട്ട് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും അങ്ങനെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ തന്നെ തുടങ്ങും കേട്ടോ ആ ഒരു വിഷമം. അല്ലെങ്കിൽ ഇപ്പോൾ കാലാകാലം നമുക്ക് റിസോർട്ടിൽ നിൽക്കാനൊന്നും പറ്റൂലല്ലോ, അതറിയാം. എന്നാലും എന്താണെന്നാവോ ചെക്കൗട്ട് ആകുമ്പോൾ ഭയങ്കര ഒരു സങ്കടമാണ്. സാധാരണ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ നേരം വെളുക്കോളം സംസാരിച്ചിരിക്കലാണ് കേട്ടോ പതിവ്, ഉറങ്ങാറില്ല. പക്ഷെ ഇന്നലെ രാത്രി 1:30 മണിയായപ്പോൾ ഞാൻ ഉറങ്ങിയിട്ട്. എന്താ വെച്ചാൽ സംസാരിച്ചിട്ട് ചങ്കിലെ വെള്ളം വറ്റി. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുകൊണ്ട് തന്നെ പിന്നെ സംസാരിക്കാൻ നിന്നില്ല. അഥവാ ഇനിയും വെള്ളം കുടിക്കാതെ സംസാരിച്ചാൽ ചത്തുപോയാലോ എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് തന്നെ സംസാരിച്ച് തീരാത്തൊരു ഫീലായിരുന്നു കേട്ടോ പിരിയുമ്പോൾ. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയത് എങ്ങനെയാണെന്ന് വെച്ചാൽ യൂട്യൂബ് ത്രൂ ആണ് കേട്ടോ. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 5 വർഷമായി. പിന്നെ ലഞ്ചൊക്കെ തിന്നിട്ടാണ് കേട്ടോ എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നെ പിക്ക് ചെയ്യാൻ.